ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ പ്രവാസിയെ സൽക്കാരം നടത്തുന്നതിനിടെ സുഹൃത്ത് അടിച്ചും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തി. തൃശ്ശൂരിലാണ് സംഭവം. തൃശ്ശൂർ വെങ്ങിണിശ്ശേരി സ്വദേശി രാജുവാണ് മരിച്ചത്. ദുബായിലെ കമ്പനിയിൽ ഇലക്ട്രീഷ്യനാണ് കൊല്ലപ്പെട്ട രാജു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തും അയൽവാസിയുമായ ഫ്രിൻഡോയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് രാജു ദുബായിൽ നിന്നും എത്തിയത്. ദുബായിലേക്ക് തിരിച്ചു പോകാനിരിക്കെയാണ് സംഭവം. മരത്തിൻ്റെ ഫ്രെയിമുകളിൽ ക്ലോക്ക് നിർമ്മിക്കുന്ന വ്യാപാരി കൂടിയായ രാജുവിൻ്റെ വീടിന് പിന്നിൽ ക്ലോക്ക് നിർമ്മാണത്തിനുള്ള ചെറിയ പുരയിലായിരുന്നു സൽക്കാരം. അതിനിടെയാണ് വാക്കുതർക്കവും കൊലപാതകവും ഉണ്ടായത്. ഡാനി ഇപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, നമ്മളൊക്കെ സാധാരണ ഈ സുഹൃത്തുക്കൾ വിദേശത്ത് നിന്ന് വരുമ്പോൾ വീട്ടിൽ സൽക്കരിക്കാറുണ്ട്. പക്ഷെ അതൊടുവിൽ ഈ രീതിയിലൊരു ദുരന്തമായി അവസാനിക്കുന്നു. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? ഇവര് ദുബായിൽ നിന്ന് തിരിച്ചെത്തി അതിന്റെ ഒരു സുഹൃത്ത് സംഘം എന്ന രീതിയിലെല്ലാം ഒരു മദ്യസൽക്കാരം എല്ലാം തന്നെ നടക്കുകയായിരുന്നു. ആ സമയത്ത് വിളിച്ച സമയത്ത് ഈ ഫ്രിൻഡോയും അതോടൊപ്പം തന്നെ രാജുവും അവരുടെ സുഹൃത്തുക്കളടക്കം ഒരു 5 പേരുള്ള അവിടെ ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാത്രിയായിരുന്നു ഇത് നടന്നത്. ഇതിനുശേഷം സുഹൃത്തുക്കൾ തിരിച്ചുപോയി. ഇവർ രണ്ടുപേരും അയൽവാസികളാണ്. സുഹൃത്തുക്കൾ തിരിച്ചുപോയതിനു ശേഷം വ്യാഴാഴ്ച പുലർച്ചെയാണ് രണ്ടുപേരും തമ്മിലൊരു അടി ഉണ്ടാവുന്നത്. കാരണം അവിടെ വെച്ച് തന്നെ ഇവര് രണ്ടുപേരോട് തുടരുകയും പിന്നീട് എന്തൊക്കെയോ പറഞ്ഞ് വാക്കുതർക്കമാകുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷമാണ് ഈ വാക്കുതർക്കം സംഘട്ടനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഈ ഫ്രിൻഡോ രാജുവിനെ പട്ടി കൊണ്ട് അടിക്കുകയായിരുന്നു. ഈ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഈ മുറിവേറ്റു. ഇതിനുശേഷമാണ് ഇത് നിലവിളി കേട്ടെല്ലാം ഓടിയെത്തിയവരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജു മരണപ്പെടുകയായിരുന്നു. പോലീസിന് നേരെയും ഈ പ്രതി കയ്യേറ്റത്തിന് ശ്രമിച്ചു എന്നാണ് വിവരം. പോലീസ് എത്തുമ്പോൾ തന്നെ പ്രതി കയ്യേറ്റത്തിന് ശ്രമിച്ചു എന്നതാണ് പരിസരവാസികളെല്ലാം തന്നെ പറയുന്നത്. പിന്നീട് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഈ സംഭവം വലിയ രീതിയിലൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെങ്ങിണിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാജു ദുബായിലെ ഒരു കമ്പനിയിൽ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണ്. ഇയാളുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് അയൽവാസിയായ ഫ്രിൻഡോ എന്ന് പറയുന്നയാൾ. അവർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ രാജുവിന് തിരിച്ച് ദുബായിലേക്ക് പോകേണ്ട സമയമെല്ലാമായിരുന്നു. അതിനു മുൻപാണ് ഇങ്ങനെയൊരു സൽക്കാരത്തിലേക്ക് പോകാനായിട്ടൊക്കെ തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെ രാജുവിന്റെ വീടിന് പിറകിലുള്ള ഒരു സ്ഥലം, അതായത് ഡാനി, ഈ സൽക്കാരത്തിന് രാജു മാത്രമല്ല മറ്റു ചില സുഹൃത്തുക്കളും, ഏകദേശം 5ഓളം സുഹൃത്തുക്കളെയാണ് ഈ സൽക്കാരത്തിനായി ക്ഷണിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 4 പേർ മടങ്ങിയതിന് പിന്നാലെയാണ് ഈ വാക്കുതർക്കവും കൊലപാതകവും ഉണ്ടായത്. ഈ സംഭവ സമയത്ത് മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ദൃക്സാക്ഷികളായി ആരെങ്കിലും, അതായത് ഈ കേസിൽ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അതായത് ഈ പ്രതി നൽകിയ മൊഴിക്കപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധമോ മറ്റോ ഉണ്ടായിരുന്നോ? മാത്രമല്ല ഈ രാജുവിനെ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം ഈ പ്രതിക്കുണ്ടായിരുന്നു? ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ഇത്? പോലീസ് അങ്ങനെ പറയുന്നില്ല. ആസൂത്രിതമായ കൊലപാതകം എന്ന രീതിയിലേക്കല്ല പോലീസ് കാണുന്നത്. ഇത് സംസാരത്തിനിടെ അവർ തമ്മിൽ സംസാരിക്കുന്നത് പിന്നീട് ഈ മദ്യപിച്ചുള്ള സംസാരമൊക്കെ ആവുമ്പോൾ പലപ്പോഴും ഈ രീതിയിലെല്ലാം തന്നെ വാക്കുതർക്കങ്ങളിലേക്കൊക്കെ വഴിമാറാറുണ്ട്. ആ രീതിയിലാണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് പറയുന്നത്. രണ്ടുപേരും അയൽവാസികളാണ്. നാളുകളായിട്ട് സുഹൃത്തുക്കളൊക്കെ ആയവരാണ് ഈ രണ്ടുപേരും എന്ന് പറയുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവരെയും പോലീസ് അതിന്റെ ഒരു വിശദാംശങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷെ അവര് പോയതിനു ശേഷമാണ് ഈ രീതിയിലേക്ക് ബഹളങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവർക്ക് വലിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അറിവൊന്നുമില്ല. അവര് ഈ മദ്യപാനത്തിന് ശേഷം കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് തിരിച്ചു പോവുകയും ചെയ്തു. ഇതിനുശേഷം ഇവരെന്താണ് സംസാരിച്ചത്, എന്ത് വിഷയത്തെ ചൊല്ലിയാണ് ഈ അടിയിലേക്ക് പോയതെന്നും വ്യക്തമായിട്ടില്ല. കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഫ്രിൻഡോന്റെയും അതോടൊപ്പം തന്നെ രാജുവിന്റെയും കുടുംബാംഗങ്ങളിൽ നിന്ന് പോലീസ് വിശദമായിട്ട് മൊഴിയെടുക്കുന്നുണ്ട്. പക്ഷെ ഈ സംഭവത്തിൽ എന്താണ് വ്യക്തമായി നടന്നത്, ഇവർ ഫ്രിൻഡോ തന്നെയായിരിക്കും ഇതിനെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇതിൽ കൂടുതൽ വിശദമാക്കുക. ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങളെ ചൊല്ലി വാക്കുതർക്കത്തിലേക്ക് പോകും. പെട്ടെന്നുണ്ടായ
ഒരു പ്രകോപനത്തിൽ പട്ടിക എടുത്ത അവിടെ ഒരു വർക്ക്ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. മരത്തിന്റെ അതിൽ നിന്ന് പട്ടിക എടുത്ത് തലക്കടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സംഭവത്തിൽ തന്നെ, ആ ആക്രമണത്തിൽ തന്നെ മാരകമായി രാജുവിന് മുറിവേൽക്കുകയും ചെയ്തു. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. സുഹൃത്തിന് സൽക്കാരം നൽകുന്നതിനുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.